ഹായ് ഹലോ വെൽക്കം ടു എക്കണോമെട്രിക്ക. ഐ ആം കാവ്യ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പ്രീവിയസ്ലി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇതിന്റെ ബിഗിനിങ്ങിലുള്ളത് നമ്മൾ ലൈവ് സെഷനിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സിക്സ്ത് ക്വസ്റ്റ്യൻ, നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് മീൻസ് a rate of inflation which makes the rate of unemployment zero. The rate of unemployment for which change in the rate of inflation is zero. A rate of inflation for which the change in the rate of unemployment is zero. A rate of unemployment which is equal to the rate of inflation. So the right answer option B ആണ്. A rate of unemployment for which change in the rate of inflation is zero. അത് നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വളരെ അതായത് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ റേറ്റ് 0 ആയി നിൽക്കുന്ന സമയത്ത്, അതായത് പണപ്പെരുപ്പം എന്ന് പറയുന്നത് 0 ആയി നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനില് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതും എന്താണ്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റിന്റെ എത്രയാണ് മാറ്റം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രയാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്, നായിറു എന്ന് പറയുന്നത്. നായിറു or non-accelerating inflation rate of unemployment as a theoretical unemployment rate at which inflation remains stable, neither increasing or decreasing. ഇൻഫ്ലേഷൻ റേറ്റില് നമുക്കറിയാം ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും കൂടെ മാച്ച് ചെയ്തിട്ടാണ്, ഒന്ന് കൂടുന്നു മറ്റൊന്ന് കുറയുന്നു, ഇങ്ങനെയാണ് നമ്മുടെ എക്കോണമി എന്ത് ചെയ്യുന്നത്, സ്റ്റെബിലിറ്റി കണ്ടീഷനിലേക്ക് പോകുന്നത് അല്ലെ. എന്നാൽ അങ്ങനെയില്ല, ഇൻഫ്ലേഷൻ കോൺസ്റ്റന്റ് ആയി തന്നെ നിൽക്കുന്ന ആ ഒരു സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെന്റിനെയാണ് വി കോൾ ഇറ്റ് ആസ് നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ആക്ച്വലി നായിറു മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is not correctly matched? New Classical Economics, Robert Lucas. Multiple Effect of Balanced Budget, T.H. Havelamo. New Keynesian Economics, Paul Romer. Permanent Income Hypothesis, Milton Friedman. ഇവിടെ ശരിയായ ഉത്തരം ന്യൂ കെയ്നീഷ്യൻ എക്കണോമിസ്റ്റ് ആണ്. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് മോഡേൺ മാക്രോ എക്കണോമിക്സിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ആണ്, ജസ്റ്റ് ലൈക്ക് ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. ആൻഡ് ബേസിക്കലി ജോൺ മെയ്നാർഡ് കെയ്ൻസിന്റെ ഐഡിയാസിൽ നിന്നുമാണ് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്ത് വരുന്നത്. ബേസിക്കലി അവർ ഒറിജിനേറ്റ് ചെയ്യുന്ന പ്രൈസസ് ആൻഡ് വേജസ് ആർ സ്റ്റിക്കി എന്നാണ് പറയുന്നത്. അതായത് പ്രൈസ് ആയാലും വേജ് ആയാലും ഒരു ഷോർട്ട് ടേം എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് വരികയാണ്. നമുക്കറിയാം നമ്മുടെ എക്കണോമിയിൽ പലതരത്തിലുള്ള എക്കണോമിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ സംഭവിക്കുക അല്ലെ. അപ്പൊ അവിടെ ഷോർട്ട് ടേം ആയി വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നതിലേക്ക് നമ്മളുടെ എക്കോണമി മാച്ച് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇൻ എ സ്ലോ പ്രോസസ് എന്നാണ് പറയുന്നത്. അത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റിലേക്ക് നയിക്കുകയും, എന്താ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ജോലി ചെയ്യാനായി താല്പര്യമുണ്ട് പക്ഷെ നമുക്ക് ജോലി ചെയ്യാൻ അവസരങ്ങളില്ല അല്ലെ. അതേപോലെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷനും ആവശ്യമാണ്. കാരണം നമുക്കൊരു സ്ലോ പേസിലുള്ള മൂവ്മെന്റ് അല്ല ആവശ്യം. നമ്മുടെ എക്കണോമിയിൽ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റാപ്പിഡായി മൂവ് ചെയ്യണം, നമുക്ക് പ്രൊസീഡ് ചെയ്യണം. അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രോബ്ലംസിലേക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വളരെ സ്ട്രക്ചറൈസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം, വളരെ ടാബുലേറ്റഡ് ചെയ്ത് എന്ത് ചെയ്യണം, നമുക്ക് അറ്റാച്ച് ചെയ്യണം. ഗ്രിഗറി മാൻക്യൂ ആണിത് പോസ്റ്റുലേറ്റ് ചെയ്തത്. അദ്ദേഹമാണ് ഫേമസ് ആയിട്ടുള്ളത്, വേറെ കുറെ പേരുണ്ട്, ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഗ്രിഗറി മാൻക്യൂ. ഇവിടെ റൈറ്റ് ആൻസർ വരണ്ട, ഗ്രിഗറി മാൻക്യൂ പേര് വരാം. അടുത്തത്, the negative relation between the gap between actual GNP and its trend and the difference between actual unemployment rate and its equilibrium value. And the right answer is Occam's law ആണ് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കും. Occam's law എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ, അൺഎംപ്ലോയ്മെന്റും ഒരു രാജ്യത്തിന്റെ GDPയും തമ്മിലുള്ള ബന്ധത്തിനെയാണ് Occam's law പറയുന്നത്. നമുക്കറിയാം അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, തൊഴിലില്ലാത്തവരുടെ കണക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് GDPനെ അത് എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വർക്കിംഗ് പോപ്പുലേഷൻ, അതായത് 15 മുതൽ 64 വയസ്സ് വരെയുള്ള ജനറേഷൻ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു രാജ്യത്തെ മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് GDP കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് സംഭവിക്കുന്നില്ല, ആൾക്കാർ തൊഴിൽ ചെയ്യുന്നില്ലെങ്കിൽ അത് ഒരുപാട് തരത്തിൽ ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്
അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഓരോ 1% വെച്ച് വർദ്ധിക്കുമ്പോഴും GDP 2% കുറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 1% വെച്ച് വർദ്ധിക്കുമ്പോൾ GDP എന്ന് പറയുന്നത് 2% വെച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And that would create serious levels of problems. Next question. If the mean and variance of a given distribution is 8 and 0.25, coefficient of variation is. നമുക്ക് നോക്കാം എങ്ങനെയാണ് കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻടു 100. സോ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ മീൻ 8 ആണ്. ഇവിടെ നമുക്ക് കോയിഫിഷ്യന്റ് ഓഫ് വേരിയൻസ് 0.25 ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.5 ആണ് അല്ലെ. അതായത് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വേരിയൻസ് ആണ് 0.25 തന്നെ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ, അതിന്റെ സ്ക്വയർ 0.5 അല്ലെ. 0.5 into 100 ആണ് വരിക. സോ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് 0.5 by 8 into 100. So you will get 6.25. അപ്പൊ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻടു 100. അടുത്ത ക്വസ്റ്റ്യൻ എക്കണോമെട്രിക്സിന്റെ ഭാഗത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ടേം ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി? Variance of the error term is not constant. Variance of dependent variable is not constant. Errors are not linearly independent of one another and the errors have non-zero mean. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ എക്കണോമെട്രിക്സിന്റെ മോഡൽ നമ്മൾ തിയറി പഠിക്കാറുണ്ട് അല്ലെ എക്കണോമിക്സിൽ. അപ്പൊ ഈ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ എങ്ങനെ നമുക്ക് വളരെ സയന്റിഫിക് ആയിട്ട് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ കൊണ്ടുവരാനായി സാധിക്കും എന്നുള്ളതാണ് ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി കൊണ്ട് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത് എക്കണോമെട്രിക്സിൽ ആണെങ്കിലും ഉപയോഗിക്കുന്നത്. ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ദ വേരിയൻസ് ഓഫ് ദ എറർ ടേം ഇസ് നോട്ട് കോൺസ്റ്റന്റ്. അതായത് നമ്മളിവിടെ ബേസിക്കലി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എടുക്കാറുണ്ട് അല്ലെ. ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫംഗ്ഷന് എങ്ങനെയാണ് എന്ന് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ഈ ഇൻഡിപെൻഡന്റ് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ടുവരുന്ന മറ്റ് പല ഫാക്ടേഴ്സും ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ നമ്മുടെ ഈ ഒരു റെപ്രസെന്റേഷനിൽ നമ്മൾ അതിനെ എഴുതിയിട്ടില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ ഇറർ ടേംസ് എന്ന് പറയും. അപ്പൊ ആ ഇറർ ടേംസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടേസ്റ്റ്, ഇൻകം, ഇതൊക്കെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അതിന്റെ വില, അനുബന്ധമായിട്ടുള്ള പ്രൊഡക്ട്സ്, ഇതിനൊക്കെ ബാധിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്തിട്ടായിരിക്കുമല്ലോ. അപ്പൊ ഇതല്ലാതെ ഉണ്ട് ഇൻകം വരാം. നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കമോഡിറ്റി കൂടുതൽ വാങ്ങാം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എനിക്കൊരു പെർട്ടിക്കുലർ കമോഡിറ്റി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് വാങ്ങണം. അപ്പൊ ഞാൻ അതൊന്നും ഈ ഒരു മോഡലിൽ എഴുതിയില്ല. മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നതിനെയാണ് പറയാ. ഇതൊന്നും ഈ മോഡലിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല അല്ലെ. അപ്പം ഇതും ശരിക്കും എന്ത് ചെയ്യാ, ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ ഡിമാൻഡിനെ എന്ത് ചെയ്യാം, എഫക്ട് ചെയ്യാം അല്ലെ. അപ്പൊ അതിൽ വരുന്ന വേരിയൻസ്, അതിൽ വരുന്ന ചേഞ്ചസ്, ആ കോൺസെപ്റ്റിനെയാണ് ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി കൊണ്ട് പറയുന്നത്. ഇപ്പം ഒരു എക്കണോമിക് ആയിട്ട് വളരെ ഷോർട്ടേജ് ആയി, അത് നമ്മളെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻകം കുറവാണ്, ഇപ്പൊ സാധനത്തിന് വാങ്ങാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. നമ്മുടെ കയ്യിൽ ഇൻകം കൂടുതലാണ്, അപ്പൊ സാധനം വാങ്ങാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ഉള്ള ഔട്ട്സൈഡ് വേരിയബിൾസ് അല്ലെങ്കിൽ ഇറർ ടേംസിന്റെ ചേഞ്ച് കോൺസ്റ്റന്റ് അല്ല എന്നുള്ളതാണ് ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റന്റ് ആണെന്ന് പറയണേ, മാറ്റം വരുന്നില്ലെന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. എല്ലാവർക്കും വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.